അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 85-ാമത്തെ അധ്യായം സൂറത്തുൽ ബുറൂജ്, അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണമാണ് ഈ ഒരു ഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമകാലിക സാഹചര്യത്തിൽ വളരെ ഹൃദയഭേദകമായിട്ടുള്ള കണ്ണ് നനയിപ്പിക്കുന്ന വാർത്തകളാണ് ഗസയുമായി ബന്ധപ്പെട്ടെല്ലാം നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിൽ വിഷമവും അതേപോലെ തന്നെ പ്രയാസമെല്ലാം അനുഭവിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി ഒരു ഹദീസിലും ഉമ്മത്ത് എന്നുള്ളതൊരു ശരീരം പോലെയാണ്. ഒരു ഭാഗത്ത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറിവേറ്റ് കഴിഞ്ഞാൽ ആ ശരീരം ഉറക്കൊഴിയുന്നത് പോലെ ഹൃദയം നോവുന്ന ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റെബിലിറ്റി വീണ്ടെടുക്കുന്നത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്. ഇപ്പോൾ വിഷമാവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിർദ്ദേശിക്കപ്പെട്ട ഒരു പ്രാർത്ഥന, മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അത് മനപ്പാടാക്കുക. ഈ സൂറത്തുമായിട്ട് ബന്ധപ്പെട്ടതിനെ നമ്മൾ പിന്നീട് ബന്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയിലൂടെ നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുമ്മ ഇന്നി അബ്ദുക് ഇബ്നു അബദിക് ഇബ്നു അമതിക് നാസിയതി ബിയദിക് മാദിൻ ഫി ഹുക്മുക് അദ്ലുൻ ഫി ഖളാഉക്. ഓ അല്ലാഹ്, ഞാൻ നിൻ്റെ അടിമയാണ്, അബദാണ്. എന്നെ ഉടമപ്പെടുത്തുന്ന ആളുകൾ അവരും നിൻ്റെ അടിമകളാണ്, മാതാപിതാക്കൾ. ശേഷം നാസിയതി ബിയദിക്, എൻ്റെ മൂർധാവ് നിൻ്റെ കയ്യിലാണ്. അതായത് അതിനും മറ്റൊരു വിശദീകരണം, അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ മുന്നിലുള്ള ആ ഭാഗം ഫ്രോണ്ടൽ ലോബ് കോർട്ടക്സ്, അതാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അവൻ്റെ ആ ഒരു മോറൽ റാഷണൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ എല്ലാം സെൻറ്റർ എന്നുള്ളത് ആ ഭാഗമാണ്. അപ്പോൾ നമ്മൾ സാമൂഹികമായിട്ട് പെരുമാറുന്ന രീതികൾ അല്ലെങ്കിൽ തെറ്റുകുറ്റകൃത്യങ്ങൾ നടത്താനുള്ള പ്രേരണകളെല്ലാം ഇല്ലാതെയാക്കുന്നത് ആ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഡ്രഗ്സ് എല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് ആ ഭാഗമാണ് തകരാറാകുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനും മൃഗങ്ങളെപ്പോലെ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിലും ആ ഒരു ഭാഗത്തെ സംബന്ധിച്ച് അള്ളാഹു ആദ്യത്തെ ആ ഒരു അധ്യായം സൂറത്തുൽ അലഖിൽ നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിഅ, അബൂജഹലുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു സംസാരിക്കുന്നുണ്ട്. ശേഷം ആ ഒരു വിഷമാവസ്ഥയിൽ വിധിവിശ്വാസത്തെ സംബന്ധിച്ച് നമ്മളെ തന്നെ ഉണർത്തുകയാണ് ആ പ്രാർത്ഥനയിൽ. മാലിം ഫി ഹുക്മുക് അദ്ലും ഫി ഖളാഉക്. ഓ അല്ലാഹ്, എൻ്റെ കാര്യത്തിൽ നിൻ്റെ തീരുമാനങ്ങൾ അത് നിറവേറ്റപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് തന്നെ ആഗ്രഹിച്ചാലും അള്ളാഹു എന്താണോ വിധിക്കുന്നത് അതായിരിക്കും നമ്മുടെ കാര്യത്തിലും ഉമ്മത്തിൻ്റെ കാര്യത്തിലെല്ലാം സംഭവിക്കുക. അതേപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വകാര്യങ്ങളെ സംബന്ധിച്ചും നീ സൂക്ഷ്മമായിട്ട് അറിവുള്ളവനാണ്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ. ഭൂമിയിൽ ഒരു ഇല വീഴുന്നത് പോലും അള്ളാഹുവിൻ്റെ അറിവോടുകൂടെയാണ്. അപ്പം എൻ്റെ പരിമിതമായിട്ടുള്ള ബുദ്ധിയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലെങ്കിലും നീ നടപ്പിലാക്കുന്ന വിധി അത് നീതിപൂർവകമായിരിക്കും. കാരണം എനിക്ക് പ്ലാനിനെ സംബന്ധിച്ചറിയില്ലെങ്കിലും ആ പ്ലാനറായിട്ടുള്ള അള്ളാഹു അൽ ഹക്കീമാണ്, അർ റഹ്മാനാണ്. നീ നടപ്പിലാക്കുന്ന ആ വിധി അത് തടുക്കാനോ എതിർക്കാനോ ഒരാൾക്കും സാധ്യമല്ല. സൂറത്തുൽ ബുറൂജിലും ഫഅാലുൻ ലിമാ യുരീദ്, ഇൻഷാ അല്ലാഹ് അതിലേക്കെല്ലാം പിന്നീട് നമ്മൾ വരും. ശേഷം അള്ളാഹുവിൻ്റെ ആ വിശിഷ്ടമായിട്ട് ആ നാമങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ് ആ പ്രാർത്ഥനയിൽ, അസ്അലുക ബി കുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക്. ഓ അല്ലാഹ്, നിനക്ക് നീ നൽകിയതായിട്ടുള്ള മുഴുവൻ നാമങ്ങളും വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ഏതൊക്കെ നാമങ്ങൾ? ഔ അല്ലംതഹു അഹദിൻ മിൻ ഖൽഖിക്, നീ നിൻ്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്തതായിട്ടുള്ള നാമങ്ങൾ. അതല്ലെങ്കിൽ ഔ അൻസൽതഹു ഫി കിതാബിക്, നീ നൽകിയ ഗ്രന്ഥത്തിൽ വെളിപ്പെടുത്തിയ നാമങ്ങൾ. അതല്ലെങ്കിൽ അവ ഇസ്തഅസർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക്, നീ വെളിപ്പെടുത്താത്ത അല്ലെങ്കിൽ നീൻ്റെ അദൃശ്യജ്ഞാനത്തിൽ നീ മറച്ചു വെച്ചതായിട്ടുള്ള നാമങ്ങൾ. അപ്പോൾ നമുക്ക് അറിയുന്നതും അറിയാത്തതായിട്ടുള്ള മുഴുവൻ വിശിഷ്ട നാമങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്. അറിയാത്തെന്ന് പറയുമ്പോൾ ഇപ്പോൾ റസൂലുള്ളാഹി ശഫാഅത്തുമായിട്ട് ബന്ധപ്പെട്ട ഹദീസിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹിൻ്റെ മുമ്പിൽ ഒരുപാട് കാലം സുജൂദിൽ കിടക്കും. ശേഷം തല ഉയർത്തി ചില മഹാമിദ്, ചില സ്തുതിവാക്കുകൾ ഞാൻ പറയും. അതെന്താണ് അപ്പോൾ പറയാന്നുള്ളത് എനിക്കിപ്പോൾ അറിയില്ല, റസൂലുള്ളാഹി പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രാർത്ഥനയിലും ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക്. അപ്പോൾ നമ്മൾ എത്ര തന്നെ വാഴ്ത്തിയാലും അത് പൂർണ്ണമാകുന്നില്ല, നീ നിന്നെ എത്ര വാഴ്ത്തിയോ അത്ര, അതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷമാവസ്ഥയിൽ ആ പ്രാർത്ഥനയിലൂടെ നമ്മളെ തന്നെ ഉണർത്തുന്നൊരു കാര്യം അള്ളാഹിൻ്റെ ആ വിശിഷ്ട നാമങ്ങളെ സംബന്ധിച്ചാണ്. ആ നാമങ്ങൾ ആഴത്തിലൊരാൾ അറിയുന്ന സമയത്ത് അത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്ക് സ്ഥിരത നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു സൂറത്തിലും വിശ്വാസികൾ ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു പ്രതിസന്ധിയെ സംബന്ധിച്ച് പറയുന്നതിനിടയിൽ തുടർച്ചയായിട്ട് അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ അല്ലെങ്കിൽ അള്ളാഹിൻ്റെ നാമങ്ങളെ സംബന്ധിച്ച് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അജീസുൽ ഹമീദ്, അല്ലെങ്കിൽ വളരെ വിചിത്രമായിട്ട് വഹുവൽ ഗഫൂറുൽ വദൂദ്, അള്ളാഹിൻ്റെ സ്നേഹത്തെ കുറിക്കുന്ന ആ നാമെല്ലാം ഈ സൂറത്തിൽ കടന്നു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിലേക്ക് പിന്നീട് വരും. അതാണ് രണ്ടാമതായിട്ട് പറയുന്നത്. ശേഷം ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സുദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി, നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമായിട്ട് അല്ലെങ്കിൽ എൻ്റെ എല്ലാ ഇരുട്ടിലും പ്രകാശമായിട്ട് എൻ്റെ എല്ലാ ദുഃഖത്തിനുള്ള പരിഹാരമായിട്ട് ഈ ഖുർആനിനെ നീ ആ രൂപത്തിലാക്കണേ, അത് ചോദിച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥന അവസാനിക്കുന്നത്. സൂറത്തുൽ ബുറൂജിലും ആദ്യത്തിൽ ആകാശമണ്ഡലങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ് ആരംഭിച്ച് ആ സൂറത്തിൻ്റെ അവസാനം ബൽ ഹുവ ഖുർആനും മജീദ്
ഫീ ലൗഹിൻ മഹ്ഫൂദ്. ആ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിലേക്ക് പിന്നീട് വരും. അപ്പോൾ ആ വിഷമാവസ്ഥയിൽ കൃത്യമായിട്ടുള്ളൊരു ദിശാബോധം വിശ്വാസികൾക്ക് ആ ഖുർആൻ നൽകുക എന്നുള്ളതാണ്. ആ ഖുർആൻ്റെ ക്ലാസ്സിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധിയിലേക്ക് നോക്കുന്ന സമയത്ത് എത്ര വികൃതമായ ചിത്രവും മനോഹരമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഉമ്മത്ത് അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും വലിയൊരു ട്രാജഡി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. റസൂലുള്ളാഹി വഫാത്തായ സമയത്ത് അത് ഉൾക്കൊള്ളാനാകാതെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അനിയന്ത്രിതമായിട്ട് പെരുമാറിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ നിയന്ത്രണം വീണ്ടെടുത്തത് ആ ഖുർആൻ്റെ വചനങ്ങൾ കേട്ട സമയത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാൻ്റെ 144 ആയത്ത് ഉഹുദുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു നൽകിയിട്ടുള്ള ആ ഒരു വചനങ്ങൾ അതവിടെ പാരായണം ചെയ്ത് കൊടുക്കുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ. അത് കേട്ട സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അത് ആദ്യമായിട്ട് കേട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുവഴി അദ്ദേഹം ആ യാഥാർത്ഥ്യ ബോധ്യം വീണ്ടെടുക്കുകയാണ്. ആ ഖുർആൻ്റെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് തികച്ചും വിപരീതമായിട്ടുള്ള ആ ഒരു യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് തികച്ചും വിപരീതമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് ലഭിക്കുകയാണ്. ഈ സൂറത്ത് ബുറൂജിലേക്ക് വരുന്ന സമയത്തും ഭൗതികമായിട്ട് എല്ലാ അർത്ഥത്തിലും പരാജയമെന്ന് ഏതൊരാളും വിലയിരുത്തിയാക്കാവുന്ന ആ സംഭവത്തെ സംബന്ധിച്ച് അതിൻ്റെ 11-ാമത്തെ ആയത്തിൽ ദാലിക്കൽ ഫൗസുൽ കബീർ, അള്ളാഹു ഏറ്റവും വലിയ വിജയമായിട്ടെല്ലാം അള്ളാഹു അതിനെ കുറിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരണം പിന്നീട് പറയും. ഈ സമകാലിക സാഹചര്യത്തിൽ ലോകം വലിയൊരു വംശഹത്യക്ക് സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ യുദ്ധ നിയമങ്ങളെയും കാറ്റിൽ പറത്തി യാതൊരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ അതിക്രൂരമായിട്ട് 10,000-കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയെല്ലാം അവർ നിഷ്കരണം വധിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടിണിക്കിട്ടും മറ്റുമെല്ലാം ദിനേനെ ഏതൊരു ഹൃദയമുള്ള മനുഷ്യനെയും നെഞ്ചൊടുക്കുന്ന രൂപത്തിലുള്ള വാർത്തകൾ ദിനേനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിലേക്ക് വരുന്ന സമയത്ത് സൂറത്തുൽ ബുറൂജിലും അതിൻ്റെ കേന്ദ്ര വിഷയമായിട്ട് വരുന്നത് ഇത് രൂപത്തിലുള്ള ഒരു വംശഹത്യയാണ്. വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ട ഒരു ജനതയുടെ ചരിത്രമാണ് ആ ഒരു സൂറത്ത് പ്രമേയമാക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൂറത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈ വംശഹത്യക്ക് ആസ്പദമായിട്ട് മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കളും ചരിത്രകാരന്മാരെല്ലാം സൂചിപ്പിക്കുന്ന പ്രബലമായിട്ടുള്ളൊരു സംഭവം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം റസൂലുള്ളാഹിൻ്റെ ആഗമനത്തിനെല്ലാം മുമ്പായിട്ട് നജ്റാനിലുണ്ടായിരുന്ന ക്രൂരനായിട്ടുള്ളൊരു ജൂത ഭരണാധികാരി യൂസുഫ് ബിൻ ദൂനവാസ് എന്നാണ് അയാളുടെ പേര്. അയാൾ അവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ യഥാർത്ഥത്തിൽ വിശ്വസിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ് അതിൽ വിശ്വസിച്ച ഒരു പറ്റം വിശ്വാസികളെ മുഴുവൻ ആളുകളെയും ഒരു കിടങ്ങ് കുടിച്ച് അവിടെ അഗ്നിയൊരുക്കി അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞ് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം 20,000-ഓളം ആളുകളെ ക്രൂരമായിട്ട് അയാൾ വധിക്കുകയാണ്. ആ പാവങ്ങൾ ആ തീക്കുണ്ടത്തിൽ എരിഞ്ഞു പിടയുന്നതും കണ്ട് നോക്കി ആസ്വദിച്ച അയാളുടെയും അനുയായികളുടെയും ആ ക്രൂരതയുടെ ചരിത്രമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ ആ രാജാവും കുട്ടിയായിട്ട് ബന്ധപ്പെട്ട സംഭവവും അതിനടിയിൽ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ സംഭവം ഏത് എന്നുള്ളതിനേക്കാൾ അത്തരത്തിലുള്ള ക്രൂരതകൾ വിശ്വാസികളോട് എക്കാലഘട്ടത്തും ആവർത്തിക്കപ്പെടും. അതുകൊണ്ടാണ് അള്ളാഹു ആ സംഭവം വിശദീകരിക്കാതെ ആ രൂപത്തിൽ പരാമർശിച്ചത്. സൂറത്തുൽ ബുറൂജിൻ്റെ 8-ാമത്തെ വചനത്തിൽ വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. ഇൻഷാ അല്ലാഹ് ആയത്തിലേക്ക് പിന്നീട് നമ്മൾ വരും. അപ്പം ഇത് അത്തരത്തിലുള്ള പ്രവണതകൾ ഇപ്പോൾ ഫിർഔനെ സംബന്ധിച്ച് ആ ക്രൂരനായിട്ടുള്ള ഏകാധിപതിയുടെ ചരിത്രം ആ ഖുർആൻ പല ഭാഗത്തും പറയുന്നുണ്ട്. ആ ഫിർഔന് സമാനമായിട്ടുള്ള പ്രതിരൂപങ്ങൾ ചരിത്രത്തിലുടനീളം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുള്ള. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് ശേഷം അബൂജഹലിനെ നോക്കി റസൂലുള്ളാഹി പറയുന്നുണ്ട് ഫിർഔന് ഹാദിഹിൽ ഉമ്മ. അതാണ് ആ രൂപത്തിലുള്ള പ്രവണതകൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുള്ള. അത്തരം സന്ദർഭങ്ങളിൽ ആ ഖുർആൻ വിശ്വാസികൾക്ക് കൃത്യമായിട്ടുള്ള ദിശാബോധം നൽകുമെന്നുള്ള. അപ്പോൾ ഈ ഒരു സംഭവത്തോടുകൂടെ നമ്മൾ ആ ഒരു സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സമാഇ ദാത്തിൽ ബുറൂജ്. ആ നക്ഷത്രമണ്ഡലങ്ങളുള്ള ആ ഗ്രഹമണ്ഡലങ്ങളുള്ള വാനലോകം തന്നെയാണ് സത്യം. അള്ളാഹു ആ ഖസം ആ സത്യം ചെയ്തുകൊണ്ടാണ് ആ സൂറത്ത് ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ ബുറൂജ് എന്നുള്ളത് വാനലോകത്തുള്ള വൻ താരങ്ങൾ അല്ലെങ്കിൽ ആ ഗ്രഹങ്ങൾ, ആ ഗ്രഹമണ്ഡലങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് സൂറത്ത് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ആദ്യമായിട്ട് കടന്നു വരുന്ന ബുറൂജ് എന്നുള്ള പദം, ബുർജ് എന്നുള്ള പദം നമുക്കെല്ലാം സുപരിചിതമാണ്. ബുർജ് ഖലീഫ എന്നെല്ലാം നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ വലിയ ടവറുകൾ, ഗോപുരങ്ങൾ, കോട്ട, ഹെസ്ന ഖുസൂർ ആ ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ വാനലോകത്തുള്ള നക്ഷത്രമണ്ഡലങ്ങളായിട്ട് തന്നെ ചേർത്ത് വെക്കുന്ന സമയത്ത് നക്ഷത്രങ്ങൾ രൂപീകരിക്കപ്പെടുന്ന വലിയ നെബുലകൾ, ഈഗിൾ നെബുല അല്ലെങ്കിൽ പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ എന്നുള്ള പേരിലുള്ള നെബുലകളെല്ലാം അത് യഥാർത്ഥത്തിൽ വലിയ ബിൽഡിങ്ങുകൾക്ക് സമാനമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ആയത്തുമായിട്ട് ഈ ഒരു കോണ്ടക്സ്റ്റായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്ത് ഇപ്പോൾ പഴയ കാലത്ത് പട്ടണങ്ങളിൽ പണിയുന്ന വലിയ കോട്ടകൾ, ആ വാച്ച് ടവറുകൾ, അതിൻ്റെ പ്രധാനപ്പെട്ട റോള് ആ ശത്രുവിൻ്റെ ആഗമനത്തെ മുൻകൂട്ടി ശത്രു പോലും അറിയാതെ നിരീക്ഷിക്കാനുള്ളതാണ്. ആ ഒരു ഏരിയൽ വ്യൂ ആണ് അവിടെ ലഭിക്കുന്നത്. അപ്പോൾ ശത്രുക്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ആ ക്രൂരതകൾ, നിഗൂഢമായിട്ടുള്ള പദ്ധതികൾ അത് അവർ പോലും അറിയാതെ എല്ലാം അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്. അള്ളാഹുവും അവൻ്റെ സൈന്യവും ഒമായ അലമു ജുനൂദ റബ്ബിക്ക ഇല്ലാഹുവ, മലക്കുകളും മറ്റുള്ള സർവ്വചരാചരങ്ങളും അതിന് സാക്ഷിയാണ്. ആ സാക്ഷ്യം എന്നുള്ളത് ഈ സൂറത്തിൽ ആവർത്തിച്ച് വരുന്നൊരു തീമാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ നിരീക്ഷണത്തിലാണ്, അവർ മുഴുവൻ സാക്ഷികളാണ്. സ്വാഭാവികമായിട്ട് കടന്നു വരുന്ന ചോദ്യം അതുകൊണ്ടെന്ത്?
ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ആ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് രണ്ടാമത്തെ ആയത്തിൽ വൽ യൗമിൽ മൗഊദ്, ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ദിനം അത് തന്നെയാണ് സത്യം. രണ്ടാമതായിട്ട് അള്ളാഹു ഖസം ആ സത്യം ചെയ്യുന്നത് ആ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ്. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ആ നീതി പുലരുക. അപ്പോൾ പരിശുദ്ധ ഖുർആനിലുടനീളം ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, അല്ലെങ്കിൽ വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്, അള്ളാഹു ഒരാളോടും അണുമണി തൂക്കം അനീതി പ്രവർത്തിക്കില്ല എന്നെല്ലാം അള്ളാഹു പറയുന്നുണ്ട്. അതെല്ലാം മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ നമ്മൾ ദിനേന പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ ഫാത്തിഹയിൽ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ. അള്ളാഹു പ്രതിഫല നാളിൻ്റെ മാത്രമല്ല, മറിച്ച് മാലിക് യൗമിദ്ദീൻ വ ദുനിയ, ഈ ദുനിയാവും അള്ളാഹിൻ്റെ നിയന്ത്രണത്തിലാണ്. നേരത്തെ പറഞ്ഞു ഒരില വീഴുന്നത് പോലും അള്ളാഹിൻ്റെ അറിവോടുകൂടിയാണ്. പക്ഷേ അവിടെ യൗമിദ്ദീൻ മാത്രമായിട്ട് പറയാനുള്ള കാരണം അവിടെ വെച്ചാണ് സമ്പൂർണ്ണമായിട്ടുള്ള നീതി നടപ്പിലാക്കുക. ഈ ലോകത്തുള്ള ന്യൂനതകളെല്ലാം അവിടെ പരിഹരിക്കപ്പെടും. വമാകാന റബ്ബുക നസിയ, അള്ളാഹു ഒന്നും മറന്നിട്ടില്ല, എല്ലാം അള്ളാഹിൻ്റെ രേഖയിലുണ്ട് എന്നുള്ളതാണ്. അവിശ്വാസികൾ അല്ലെങ്കിൽ ഇത്തരം ധിക്കാരികളായിട്ടുള്ള ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം സൂറത്ത് തഗാബിൻ്റെ 7-ാമത്തെ വചനത്തിൽ സഅമല്ലദീന കഫറു അൻ ലൻ യുബ്അസു ഖുൽ ബലാ വറബ്ബി ലതുബ്അസുന്ന സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും, അവർ അക്കൗണ്ടബിൾ അല്ല, അവർക്ക് തോന്നിയത് എന്തും പ്രവർത്തിക്കാം, ഞങ്ങൾ ഒരിക്കലും പുനർജീവിപ്പിക്കപ്പെടില്ല എന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് അവരിതെല്ലാം ചെയ്തു കൂട്ടുന്നത്. പക്ഷെ അള്ളാഹു പറയാണ് തീർച്ചയായിട്ടും നിങ്ങൾ പുനർജനിക്കപ്പെടും, നിങ്ങളുടെ പ്രവർത്തികൾ മുഴുവൻ അള്ളാഹു കൊണ്ടുവരപ്പെടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ സൂറത്ത് ഇബ്രാഹിമിൻ്റെ 42-ാമത്തെ വചനത്തിലും വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ദ്വാലിമൂൻ, അക്രമികളായിട്ടുള്ള ആളുകൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ ധരിക്കല്ലേ. ഇന്നമായു അഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സ്വാർ, അവരുടെ ആ കണ്ണുകൾ തള്ളിപ്പോകുന്നൊരു ദിനം അവരുടെ മുമ്പിൽ വരാനുണ്ട്. അവിടെ വെച്ച് അവരുടെ മീതെ സമ്പൂർണ്ണമായിട്ടുള്ള നീതി അവിടെ വെച്ച് നടപ്പിലാക്കപ്പെടും. അത് അള്ളാഹിൻ്റെ വാഗ്ദാനാണ്. വൽ യൗമിൽ മൗഊദ് ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, അള്ളാഹു ഒരിക്കലും അവൻ്റെ വാഗ്ദാനം നിറവേറ്റാതിരിക്കില്ല എന്നുള്ള അള്ളാഹിൻ്റെ ആ പ്രോമിസ് തീർച്ചയായിട്ടും അള്ളാഹു ആ വാഗ്ദാനം നിറവേറ്റും എന്നുള്ള ചേർത്ത് വായിക്കേണ്ട ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് യുഹ്ശറുൽ മുതകബ്ബിറൂൻ അൽ ജബ്ബാറൂൻ യൗമിൽ ഖിയാമ, ഭൂമിയിൽ അഹങ്കാരം നടിച്ച ഏകാധിപതികളായിട്ടുള്ള ആളുകൾ അവർ നാളെ ഖിയാമത്ത് നാളിൽ നിസ്സാരമായിട്ടുള്ള ഉറുമ്പിനെ പോലെയുള്ള ചെറിയ ജീവികളായിട്ട് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അവർ ഏതു രൂപത്തിലാണോ ഇവിടെ പാവങ്ങളായിട്ടുള്ള ജനങ്ങളെ ചവിട്ടിമെതിച്ചത് അതേപോലെ അവിടെ വെച്ച് മുഴുവൻ ആളുകളെയും അവരെ ചവിട്ടി മെതിക്കും എന്നുള്ള സമാനമായിട്ടുള്ള നീതി അള്ളാഹു അവിടെ നടപ്പിലാക്കും എന്നുള്ളത്. അതാണ് രണ്ടാമത്തെ ആയത്ത് വൽ യൗമിൽ മൗഊദ്. തുടർന്ന് മൂന്നാമത്തെ ആയത്തിൽ വശാഹിദിൻ വ മശ്ഹൂദ്, കാണുന്നതും കാണപ്പെടുന്നതുമാണ് സത്യം. വളരെ ആഴത്തിലുള്ള ആയത്താണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു അവിടെ ഖസം ചെയ്യുന്നത്, കാണുന്നതും കാണപ്പെട്ടതും. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനൊരു ആക്സിഡൻറ്റ് കാണുകയാണെങ്കിൽ ഞാൻ കണ്ട ആക്സിഡൻ്റാണ് മശ്ഹൂദ്, അതേസമയം അതിന് സാക്ഷിയായിട്ടുള്ള ഞാനാണ് ഷാഹിദ്. ഇപ്പോൾ ഞാൻ തുടക്കം മുതൽ പറഞ്ഞു ഈ സൂറത്തിൽ ആവർത്തിച്ച് വരുന്നൊരു തീം ആ ഷഹാദ, അതായത് ആദ്യത്തെ ആയത്തിലും എല്ലാം അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ്. അതേപോലെ തന്നെ ഇവിടെയും വീണ്ടും ആവർത്തിച്ച് 7-ാമത്തെ വചനത്തിൽ ബിൽ മുഅ്മിനീന ഷുഹൂദ് അള്ളാഹു പറയുന്നുണ്ട്. വീണ്ടും 9-ാമത്തെ വചനത്തിൽ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാത്തിനും അള്ളാഹു സാക്ഷിയാണ്. ഈ ഒരു സൂറത്തിൻ്റെ പ്രധാന കോണ്ടക്സ്റ്റായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്തും ശത്രുക്കൾ എത്ര തന്നെ അവരുടെ ക്രൂരതകൾ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും, ആഗോള മീഡിയയെ നിങ്ങൾ വിലക്കെടുത്ത് നിങ്ങളുടെ ചെയ്തികൾ മുഴുവൻ നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും, നമുക്കറിയാം നമ്മൾ വെറും 5-10% ന്യൂസുകൾ മാത്രമാണ് ലഭിക്കുന്നത്. അതിനപ്പുറം ഭീകരമായിട്ടുള്ള ക്രൂരതകളാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര തന്നെ മറച്ചു വെച്ചാലും വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാത്തിനും സാക്ഷിയാണ്. അതെല്ലാം ഹാജരാക്കപ്പെടുന്ന വകുല്ലു ഷൈഇൻ ഫഅലൂഹു ഫി സുബുർ വകുല്ലു സഈറിൻ വകബീറിൻ മുസ്തതർ, സൂറത്ത് ഖമറിൽ അള്ളാഹു പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അള്ളാഹിൻ്റെ ആ കണക്കിൽ ആ രേഖയിലുണ്ട്. നിങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്കെതിരെ ഹാജരാക്കും. വമാകാന റബ്ബുക നസിയ. ഏത് കുറ്റകൃത്യത്തിലും ആ സാക്ഷിമൊഴി അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. തൊട്ടു മുമ്പുള്ള ആയത്തുമായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്തും ഷാഹിദ് എന്നുള്ളത് ആ ജനങ്ങൾ, ആ ചെയ്യുന്ന ആളുകൾ, അതേസമയം മഷ്ഹൂദ് എന്നുള്ളത് യൗമുൽ ഖിയാമയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹൂദിൻ്റെ 103-ാമത്തെ വചനത്തിൽ യൗമുൻ മഷ്ഹൂദ് എന്ന് അള്ളാഹു ഖിയാമത്ത് നാളിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ചെയ്തികൾക്ക് അള്ളാഹു സാക്ഷിയാണ്. കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വ ബൈനക്കും, സൂറത്തുൽ റഅദിൻ്റെ 43-ാമത്തെ വചനം. അള്ളാഹു അവർക്കെതിരെ ഹാജരാക്കുന്ന സാക്ഷികൾ അത് നമ്മുടെ സാക്ഷികളെ പോലെയല്ല, മലക്കുകൾ അതിന് സാക്ഷിയാണ്. സൂറത്തുൽ ഇസ്രായിൻ്റെ 78-ാമത്തെ വചനത്തിൽ ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ, മലക്കുകളുടെ സാക്ഷ്യത്തെ സംബന്ധിച്ച് അള്ളാഹു അവിടെ പറയുന്നുണ്ട്. അതുമാത്രമല്ല അവരുടെ ആ ക്രൂരതകൾക്ക് വേദിയായി മാറുന്ന ആ നിലങ്ങൾ, ആ ഭൂമി തന്നെ അവർക്കെതിരെ സാക്ഷ്യം പറയുമെന്നുള്ള. സൂറത്തു സിൽസാലിൽ യൗമ ഇദിൻ തുഹദ്ദിതു അഖ്ബാറഹ, ഭൂമി അതിൻ്റെ കഥ പറയാൻ തുടങ്ങുമെന്നുള്ള. റസൂലുള്ളാഹി ഹദീസിൽ പറയുന്നുണ്ട് ഫഇൻ അഖ്ബറഹ അൻ തഷ്ഹദ അലാ കുല്ലി അബ്ദിൻ ഔ അമത്തിൻ ബിമാ അമില അലാ ളുഹരിഹ, ആ ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ച് ഓരോ ദാസനും അള്ളാഹിൻ്റെ അടിമകൾ ചെയ്ത ഓരോ കാര്യങ്ങൾക്ക് ഭൂമി അവിടെ വെച്ച് സാക്ഷ്യം വഹിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്രൂരതകൾക്ക് ആ ഭൂമി സാക്ഷ്യം വഹിക്കും. ഇനി അതും നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ
ഈ കുറ്റകൃത്യങ്ങളും ക്രൂരതകളെല്ലാം നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച നിങ്ങളുടെ ശരീരഭാഗങ്ങൾ, നിങ്ങളുടെ കൈകാലുകൾ തന്നെ നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. അതിനേക്കാൾ വലിയ സാക്ഷ്യം എന്ത് വേണം? സൂറത്ത് യാസീൻ്റെ 65-ാമത്തെ വചനത്തിൽ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവരുടെ കൈകാലുകളും അതെല്ലാം അവർക്കെതിരെ സാക്ഷ്യം വഹിക്കും. സൂറത്ത് നൂറിൻ്റെ 24-ാമത്തെ വചനത്തിലും അള്ളാഹു സമാനമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം സാക്ഷികളെയെല്ലാം ഒന്നടങ്കം യഥാർത്ഥത്തിലുള്ള നീതി പുലരുന്ന അള്ളാൻ്റെ ആ കോടതിയിൽ മരണാന്തര ജീവിതത്തിൽ ഹാജരാക്കും. ശേഷം വരാനിരിക്കുന്ന രംഗങ്ങൾ സൂറത്ത് സുമറിൻ്റെ 68 മുതലുള്ള ആയത്തുകളിൽ അള്ളാഹു അത് വിശദീകരിക്കുന്നുണ്ട്. അവിടെ മുഴുവൻ ആളുകളും മരണപ്പെടും, അവരുടെ കർമ്മപുസ്തകങ്ങൾ അവരിൽ സമർപ്പിക്കപ്പെടും. ശേഷം വജീഅ ബിൻ നബിയ്യീന വശുഹദ, പ്രവാചകന്മാരെയും അതേപോലെ തന്നെ എല്ലാ സാക്ഷികളെയും അവരെ ഹാജരാക്കും. ഈ ഉമ്മത്തിന് സാക്ഷിയായിട്ട് റസൂലുള്ളാഹി വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദ സൂറത്തു നിസാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവരും. അതേപോലെ തന്നെ നിങ്ങൾക്കെതിരെയുള്ള മുഴുവൻ സാക്ഷികൾ, ഭൂമിയും അതേപോലെ തന്നെ കല്ലും മണ്ണും ജിന്നുകളും നിങ്ങളുടെ ശരീരഭാഗങ്ങളും അതെല്ലാം നിങ്ങൾക്കെതിരെ അവിടെ സാക്ഷിയായിട്ട് വരും. അതുകൊണ്ടാണ് യൗമുൽ ഖിയാമയെ സംബന്ധിച്ച് വദാലിക യൗമുൻ മഷ്ഹൂദ് എന്ന സൂറത്തുൽ ഹൂദിൽ അള്ളാഹു വിശേഷിപ്പിക്കുന്നുണ്ട്. ആ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വഖുദിയ ബൈനഹും ബിൽ ഹഖി വഹും ലാ യുദ്ലമൂൻ അള്ളാഹു പറയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തികച്ചും ന്യായമായിട്ടുള്ള വിധി അവിടെ പ്രസ്താവിക്കും. ഒരാളോടും അണുമണിത്തൂക്കം അനീതി ചെയ്യാത്ത രൂപത്തിൽ കൃത്യമായിട്ടുള്ള നീതി ആ മരണാന്തര ജീവിതത്തിൽ അള്ളാഹു നടപ്പിലാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ആ 3-ാമത്തെ ആയത്ത് ഷാഹിദിം വ മഷ്ഹൂദ്. അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുനൻ തുർമുദിയിൽ കടന്നു വരുന്ന ഒരു ഹദീസിൽ ഷാഹിദ് മഷ്ഹൂദ് എന്നുള്ളത് അത് യൗമുൽ ജുമുഅ അല്ലെങ്കിൽ യൗമുൽ അറഫ ഇതേ രൂപത്തിലും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഹദീസും കാണാൻ സാധിക്കും. ഇനി അടുത്ത 4-ാമത്തെ ആയത്തിൽ ആദ്യത്തെ 3 ആയത്തുകളിൽ അള്ളാഹു ആ ശപഥം സത്യം ചെയ്തുകൊണ്ട് ആ ഖസം അത് ചെയ്തുകൊണ്ട് ആരംഭിച്ച് ഇനി 4-ാമത്തെ ആയത്തിൽ ആ വിഷയത്തിലേക്ക്, ആ ജവാബുൽ ഖസം ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അള്ളാഹു പറയാണ് ആ കിടങ്ങിൻ്റെ ആളുകൾ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നാമതായിട്ട് അവരുടെ ആ ഒരു പ്രവൃത്തിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അവരെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് നമുക്കറിയാം. അപ്പോൾ ഈ ആളുകൾ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, വിശ്വാസികളായിട്ടുള്ള ആളുകളെ അവരെ തീക്കുണ്ടത്തിലെറിഞ്ഞ് ഈ രൂപത്തിൽ വധിക്കപ്പെട്ട ആളുകൾ അവർ കുത്തില എന്നുള്ളത് ലൊയിന എന്നുള്ള അർത്ഥത്തിലാണ്. ആ ശാപവാക്കുകൾ ശരിയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അതേ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ 4ഓളം സ്ഥലത്ത്. അപ്പോൾ കുത്തിലൽ ഖറാസൂൻ അള്ളാഹു സൂറത്തു ദാരിയാത്തിൽ ഊഹാപോഹത്തിൻ്റെ ആളുകൾ അവർക്ക് നേരെ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ സൂറത്തു അബസയിൽ കുത്തിലൽ ഇൻസാനുമാ അക്ഫറ, അതല്ലെങ്കിൽ സുമ്മ കുത്തില കൈഫ ഖദ്ദർ, വലീദ് ഇബ്നു മുഗീറയുമായിട്ട് ബന്ധപ്പെട്ട് സൂറത്ത് മുദ്ദസ്സിറിലെല്ലാം അതേ പ്രയോഗങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പം അള്ളാഹു ഈ രൂപത്തിൽ വിശ്വാസികളെ കൊന്നൊടുക്കിയ ആളുകൾ അവർക്ക് നേരെ ശാപവാക്കുകൾ ശരിയാണ്. അത് ഈ കിടങ്ങിൻ്റെ ആളുകൾ അസ്ഹാബുൽ ഉഖ്ദൂദ് മാത്രമല്ല, അതേ രൂപത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരാരായാലും അവർ ഖിയാമത്ത് നാൾ വരെയുള്ള ആരായാലും അവർക്ക് മീതെ അള്ളാഹു ആ ശാപവാക്കുകൾ. ഇപ്പോൾ ഇവിടെ കിടങ്ങ് അല്ലെങ്കിൽ വിറക് കുഴിച്ചിട്ടാണ് അവർ വധിച്ചതെങ്കിൽ മാരകമായിട്ടുള്ള കെമിക്കലുകൾ, വൈറ്റ് ഫോസ്ഫറസ് പോലെയുള്ള ഇത്തരം മാരകമായിട്ടുള്ള പ്രഹരശേഷിയുള്ള ബോംബുകൾ വർഷിച്ച് നിരപരാധികളായിട്ടുള്ള കുഞ്ഞുങ്ങളെയെല്ലാം വധിക്കുന്ന ആളുകൾ, ഇതേ രൂപത്തിലുള്ള ആ പ്രവണതകൾ ആരാവർത്തിക്കുന്നു അവർ മുഴുവൻ ഖുതിലൽ ഖറാസൂൻ അള്ളാഹു പറയാണ് 4-ാമത്തെ ആയത്തിൽ. ശേഷം 5 മുതൽ 7 വരെയുള്ള ആയത്തുകളിൽ അവർ അസ്ഹാബുൽ ഉഖ്ദൂദ് ആ കിടങ്ങിൻ്റെ ആളുകൾ അവർ വിശ്വാസികളോട് കാണിച്ച ക്രൂരതകളാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. അന്നാരിദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹ ഖുഊദ്, അവർ ആ ഇന്ധനം നിറച്ച അഗ്നിയുടെ ആളുകൾ, ആ നിരപരാധികളായിട്ടുള്ള ആളുകളെ വധിക്കാൻ വേണ്ടി ആയുധങ്ങൾ ഒരുക്കുകൂട്ടിയ ശത്രുക്കൾ, അവരുടെ ചിത്രം. ശേഷം ഇദ്ഹും അലൈഹ ഖുഊദ്, അവർ ആ അഗ്നികുണ്ഡത്തിന് അരികെ അവരിരുന്നു. അതിനുശേഷം വഹും അലാമ യഫ്അലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ്, ആ വക്കിലിരുന്ന് വിശ്വാസികളോട് ചെയ്യുന്ന ക്രൂരതകൾ അവർ നോക്കിയും കണ്ട് ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, അവിടെ ആയത്തിൽ അള്ളാഹു അവരിയ്ക്കുന്നതിനെ ഖുഊദ് എന്നുള്ളത് അത് ഒരുപാട് നേരം ഇരിക്കുന്നതിനെ അള്ളാഹു പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇരിക്കുക എന്നുള്ളത് ഒരു കംഫോർട്ടാണ്. അതായത് ചിന്തിച്ച് നോക്കുക, അത് അത്രയും ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തികൾക്ക് സാക്ഷിയായിട്ട് ആ തീക്കുണ്ടത്തിൻ്റെ വക്കിലിരിക്കാൻ അത്രമാത്രം അവരുടെ ഹൃദയം കടുത്തുപോയി എന്നുള്ളത്. ആ പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളെല്ലാം ചുട്ടരിയുന്നത്, അവരുടെ ആർപ്പുവിളികളും അതേപോലെ തന്നെ അവരുടെ ആ മാംസത്തിൻ്റെ ഗന്ധമെല്ലാം അതെല്ലാം നിസ്സാരമായ ഒരു സ്പോർട്സ് കാണുന്ന ലാഘവത്തോടു കൂടെ അത് നോക്കി കണ്ട് അവരെ ആസ്വദിച്ച് അവിടെ ഇരുന്നു എന്നുള്ളത്. അത് പ്രത്യേകമായിട്ട് അവരുടെ ആ ഒരു ക്രൂരത അള്ളാഹു ഹൈലൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത്തരം പ്രവണതകളുടെ ആവർത്തനങ്ങളാണ് ഇന്നും നമ്മൾ ലൈവായിട്ട് ഗസയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയെല്ലാം നിഷ്കരണം വധിച്ചതിന് ശേഷം അവരുടെ ആ വസ്ത്രം ധരിച്ച് നൃത്തം ചവിട്ടി ആസ്വദിക്കുന്ന രൂപത്തിലുള്ള വീഡിയോകൾ അവർ പങ്കുവെക്കുകയാണ്. പിതാവിൻ്റെ കൈക്കുള്ളിലിരിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും ഉന്നം വെച്ച് വീഴ്ത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇത്തരം കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക സ്ഥലത്തെല്ലാം പോയിരുന്നത് ആസ്വദിക്കുന്ന ആളുകൾ, ദിവസങ്ങളോളം പട്ടിണിക്കിട്ട് ഭക്ഷണം നൽകാനെന്ന പേരിൽ വിളിച്ച് ആ ഭക്ഷണത്തിന് പാത്രവുമായി നിൽക്കുന്ന ആളുകളെ വെടിവെച്ച് വീഴ്ത്തി ആ കാഴ്ചകൾ ആസ്വദിക്കുന്ന ഹൃദയശൂന്യമായിട്ടുള്ള
അത്തരം പ്രവൃത്തികൾ ആവർത്തിക്കുന്ന ആളുകൾ. വഹും അലാമാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. തുടർന്ന് അടുത്ത 8-ാമത്തെ ആയത്തിൽ വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അപ്പോൾ അവർ ഈ രൂപത്തിലുള്ള ക്രൂരതകൾ ഏറ്റുവാങ്ങാനുണ്ടായ കാരണം, അതല്ലെങ്കിൽ ശത്രുക്കൾക്ക് ഇത്രയേറെ വിരോധത്തിനുണ്ടായ ഏക കാരണം അജയ്യനായിട്ടുള്ള അല്ലെങ്കിൽ സ്തുത്യർഹനായിട്ടുള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചു എന്നുള്ളത് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ആ നിഷ്കളങ്കരായിട്ടുള്ള കുഞ്ഞുങ്ങളെപ്പോലും ഇപ്പോൾ ഈ രൂപത്തിലുള്ള ക്രൂരതകൾ മുസ്ലിങ്ങളോട് പ്രവർത്തിക്കുന്ന സമയത്ത് ലോകത്തുള്ള പലരും മൗനികളാണ്. അതേസമയം സമാനമായിട്ടുള്ള ക്രൂരതകൾ മറ്റേതെങ്കിലും ആളുകളോട് പ്രവർത്തിക്കുന്ന സമയത്ത് ശബ്ദകോലാഹലങ്ങൾ, ആ രൂപത്തിലുള്ള ഇരട്ടത്താപ്പ് മീഡിയയിലെല്ലാം നമ്മൾ പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കും. ആ നിശബ്ദതകൾക്ക് പല കാരണങ്ങൾ അവർ മുന്നിൽ വെച്ചാലും അതിൻ്റെ മൂല കാരണം അള്ളാഹു ഇവിടെ കുറിക്കുകയാണ്. ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. ചേർത്ത് വായിക്കേണ്ടത് സൂറത്ത് മുഅ്മിൻ്റെ 28-ാമത്തെ വചനത്തിലും തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. അള്ളാഹു ആരാധ്യനാണ്, റബ്ബാണെന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ മാത്രം നിങ്ങളൊരാളെ വധിക്കുകയാണ്. ഫിർഔൻ്റെ കൊട്ടാരത്തിലുള്ള ആളുടെ ആ ചോദ്യം അതും ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്. മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ 2 വിശിഷ്ട നാമങ്ങൾ അൽ അസീസ് അതേപോലെ തന്നെ അൽ ഹമീദ്, ഈ 2 നാമങ്ങൾ കടന്നു വരുന്നുണ്ട്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ആ ഇസ്സ, പ്രതാപം, കരുത്ത്, അജയ്യത, അത് അള്ളാഹുവിന് മാത്രമാണുള്ളത്. അത് ഈ രൂപത്തിലുള്ള പ്രവണതകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിലുള്ള പവർ അത് അള്ളാഹിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഈ ശത്രുക്കൾ അവർക്ക് ആ പവർ ഉണ്ടെന്നുള്ള ആ ഒരു ഇല്യൂഷൻ, ആ ഒരു മിഥ്യാധാരണയിലാണ് അവരിതെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. അള്ളാഹുവിൻ്റെ ഇസ്സത്ത് തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ. അതേപോലെ തന്നെ അൽ ഹമീദ് എന്നുള്ള ആ ഒരു നാമം, വാഴ്ത്തപ്പെടാൻ സ്തുത്യർഹനായിട്ടുള്ളവൻ. അപ്പോൾ ഇത്തരം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്തും അല്ലെങ്കിൽ നിരന്തരം അതിന് സാക്ഷിയാകുന്ന സമയത്തെല്ലാം ചിലർക്കെങ്കിലും ആ ഈമാൻ ഇളക്കം തട്ടാൻ സാധ്യതയുണ്ട്. അള്ളാഹു പറയാണ് അവൻ ഏത് സന്ദർഭത്തിലും അൽ ഹമീദാണ്. അവരെ അനുഭവിക്കുന്നതിൻ്റെ പിന്നിലും നിനക്ക് അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ കാണുന്ന ചിത്രം എന്നുള്ളത് അത് അപൂർണ്ണമാണ്. ഇപ്പോൾ മനോഹരമായിട്ടുള്ള ചിത്രമുള്ള ഒരു കാർപ്പറ്റിലൂടെ ഒരു ഉറുമ്പ് പോകുന്നത് പോലെ ആ ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം അത് ചില കളറുകൾ മാത്രമാണ് കാണുന്നത്. അതേസമയം അതിൻ്റെ ഏരിയൽ വ്യൂ നോക്കുന്ന ആൾക്ക് അതിൻ്റെ ആ ഒരു ഫുൾ പിക്ചർ കാണാൻ സാധിക്കും. നമ്മുടെ പരിമിതമായിട്ടുള്ള ബുദ്ധിയിൽ, പരിമിതമായിട്ടുള്ള കാലയളവിൽ നമുക്ക് അള്ളാഹിൻ്റെ ആ പദ്ധതിയെ സംബന്ധിച്ച് നമുക്ക് സമ്പൂർണ്ണമായിട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമുക്ക് ആ പ്ലാനിനെ സംബന്ധിച്ചറിയില്ല. പക്ഷേ ആ പ്ലാനറിൽ നമ്മൾ വിശ്വാസം ഭരമേൽപ്പിക്കാൻ, ആ പ്ലാനറിൽ നമ്മൾ ഭരമേൽപ്പിക്കുന്നു. അവനെ നമ്മൾ സദാസമയത്തും അവൻ അൽ ഹമീദ്, അവൻ സ്തുത്യർഹനായിട്ടുള്ളവനാണ്. അത് അപ്പടി ഉൾക്കൊണ്ടൊരു ജനവിഭാഗത്തെയാണ് ഗസയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നിലധികം പിഞ്ചുകുഞ്ഞുങ്ങളുടെ ചേതനയേറ്റ ശരീരം അള്ളാഹിനെ സ്തുതിച്ചുകൊണ്ട് അവർ ഏറ്റുവാങ്ങാൻ അസീസിൽ ഹമീദ്. ശേഷം 9-ാമത്തെ വചനത്തിൽ അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർള് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അവർ വിശ്വസിക്കുന്ന അള്ളാഹു അവന് ആകാശഭൂമികളുടെ ആധിപത്യമുള്ളവനാണ്, അതേപോലെ തന്നെ അവൻ എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ളവനാണ്. അപ്പോൾ തൊട്ടുമുമ്പുള്ള ആയത്തിൽ അൽ അസീസ് അള്ളാഹിൻ്റെ ആ ഒരു നാമം പറഞ്ഞു, അതിന് ശേഷം അള്ളാഹിൻ്റെ ആ ഒരു പവർ അള്ളാഹു ഉണർത്തുകയാണ്, ആകാശഭൂമികളുടെ രാജാധികാരം. അപ്പോൾ ഇത്തരത്തിലുള്ള ഏകാധിപതികൾ, ആ ക്രൂരത പ്രവർത്തിക്കുന്ന ആളുകൾ, അവർ ആ ഭൂമി എന്നുള്ള ആ ഒരു കൊച്ചുഗ്രഹം നമ്മുടെ മൊത്തം പ്രപഞ്ചത്തിൽ ഒരു ബ്ലൂ ഡോട്ട് അല്ലെങ്കിൽ ഒരു പ്രപഞ്ചസാഗരത്തിൽ ഒരു തുള്ളിയോളം വരില്ല ഭൂമി എന്നുള്ളത്. ആ ഒരു തുള്ളിക്കകത്തുള്ള ഒരു തന്മാത്രക്കകത്തിരുന്നിട്ടാണ് ഈ ആളുകൾ തങ്ങൾക്ക് മുഴുവൻ പവറുണ്ടെന്നുള്ള ആ ഒരു മിഥ്യാധാരണയിൽ അവർ ഈ രൂപത്തിൽ പ്രവർത്തിക്കും. അള്ളാഹു പറയാണ് ആകാശഭൂമികളുടെ മുഴുവൻ അധികാരം എന്നുള്ളത് അതെനിക്കാണ്. അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർള് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. എല്ലാത്തിനും അള്ളാഹു സാക്ഷിയാണ് എന്നുള്ളതാണ്. തുടർന്ന് 10-ാമത്തെ വചനത്തിൽ ഇന്നല്ലദീന ഫതനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി സുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നമ വലഹും അദാബുൽ ഹരീഖ്. തീർച്ചയായിട്ടും വിശ്വാസികളെയും വിശ്വാസിനികളെയും മർദ്ദിച്ച അല്ലെങ്കിൽ അവരെ കുഴപ്പത്തിലാക്കിയ ആളുകൾ, ഫിത്ന എന്നുള്ള പദം ശ്രദ്ധേയമാണ്. അപ്പോൾ ഭാഷയിൽ ഫതൻതു ദഹബ് എന്ന് വെച്ചാൽ ആ സ്വർണത്തെ ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ സ്വർണം സ്ഫുടം ചെയ്തെടുക്കുക. ആ സ്വർണം അത് ശുദ്ധീകരിക്കൽ, കഠിനമായിട്ടുള്ള ചൂടിലൂടെ സ്വർണം കടത്തിവിടുന്ന സമയത്ത് ശുദ്ധമായിട്ടുള്ള സ്വർണ്ണം ഒരു ഭാഗത്തും അതിലുള്ള ഇമ്പ്യൂരിറ്റി, അതിലുള്ള അഴുക്ക് മറ്റൊരു ഭാഗത്തുമായിട്ട് അടിയും. അതേ രൂപത്തിൽ ശക്തമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെ, ഫിത്നയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് യഥാർത്ഥ ഈമാൻ പുറത്തു വരിക. അള്ളാഹു സൂറത്തുൽ അങ്കബൂത്തിൻ്റെ ആദ്യത്തെ വചനത്തിലും അഹസിബന്നാസു അൻ യുത്രക്കു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ, ഇതേ രൂപത്തിൽ വിശ്വാസം സ്വീകരിക്കുന്ന സമയത്ത് ആ രൂപത്തിലുള്ള ഫിത്നകളിലൂടെ അവർ കടന്നു പോകേണ്ടി വരും. ആ ഫിത്നകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണ സമാനമായിട്ടുള്ള ഈമാൻ ഒരു ഭാഗത്തും അഴുക്കുകൾ മറ്റൊരു ഭാഗത്തും അടിയുമെന്നുള്ളതാണ്. ലി യമീസ് അല്ലാഹുൽ ഖബീസ മിന ത്വയ്യിബ്, സൂറത്തുൽ അൻഫാലിലെ 37-ാമത്തെ വചനത്തിൽ ബദ്റുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആ ഫിത്നയിലൂടെ കടന്നു പോകുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള ഈമാൻ അവിടെ വെട്ടിത്തിളങ്ങുമെന്നുള്ള അത്തരത്തിൽ വിശ്വാസികളെ കുഴപ്പത്തിലാക്കിയ ആളുകൾ അതിനുശേഷം അള്ളാഹു പറയാണ് സുമ്മ ലം യതൂബു,
അവർ മരണപ്പെടുന്നതിന് മുമ്പായിട്ട് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ പ്രതീക്ഷയുടെ വാക്കുകളാണ്. അപ്പം അത്തരം ആളുകൾ, ഈ ഒരു ക്രൂരത പ്രവർത്തിച്ച ആളുകൾ പോലും തൗബ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവർക്കും പുറത്തു കൊടുക്കുമെന്നുള്ളത്. അപ്പോൾ ലോകം കണ്ട ധിക്കാരിയായിട്ടുള്ള ഫിർഔൻ അവസാനം മുങ്ങിത്താഴുന്ന ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വായിലേക്ക് ചളിവാരി എറിയുന്നുണ്ട്. എങ്ങാനും ആ കലിമ ഉച്ചരിക്കും എന്നുള്ള ഭയം കാരണം അള്ളാഹു പറയുന്നുണ്ട്, ആ ഫിർഔനാണെങ്കിൽ പോലും ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യുകയാണെങ്കിൽ, ഒരാൾ ഭൂമിയോളം തെറ്റ് ചെയ്താലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധത്തിന് വന്ന ആളുകൾ പിന്നീട് ഏറ്റവും വലിയ പദവികളിലേക്ക് ഇസ്ലാം സ്വീകരിച്ച് അവർ ഉയരുന്നുണ്ട്. അപ്പോൾ ആദ്യകാലത്തുള്ള ജീവിതം അവർ തൗബ ചെയ്ത് ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടെ പിന്നീട് ഉന്നതിയിലേക്ക് അവർ എത്തിച്ചേരാണ്. അപ്പം അത്തരം ആളുകൾ, അതായത് ആ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ അവസ്ഥ ഫലഹും അദാബു ജഹന്നമ വലഹും അദാബുൽ ഹരീഖ്, അവർക്ക് നരകശിക്ഷയുണ്ട്, ചുട്ടരിക്കുന്ന ശിക്ഷയുണ്ട്. അള്ളാഹു ആ ശിക്ഷയെ 2 തവണ പറയുന്നുണ്ട്. കാരണം ആ ക്രൂരമായിട്ട് ആ തീക്കുണ്ടത്തിലിട്ട് വിശ്വാസികളെ കരിച്ചു കൊന്ന ആളുകൾക്ക് സമാനമായിട്ടുള്ള ശിക്ഷ, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ നമ്മൾ പറയാറുണ്ട്. ആ പ്രവർത്തിച്ചതിനനുസരിച്ചാണ് ആ പ്രതിഫലം. അല്ലെങ്കിൽ കമാ തദീനു തുദാൻ, എന്താണോ നിങ്ങൾ പ്രവർത്തിച്ചത് അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ള സമാനമായിട്ടുള്ള ശിക്ഷ. ശത്രുക്കൾ എത്ര തന്നെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അവസാനം അവർക്ക് തന്നെ അത് തിരിച്ചടിയാകുന്നുള്ള, അവരൊരുക്കിയ ട്രാപ്പിൽ അവർ തന്നെ വീഴുമെന്നുള്ള സൂറത്തുൽ ഫാത്തിറിന്റെ 43-ാമത്തെ വചനത്തിൽ ഇസ്തിക്ബാറം ഫിൽ അർളി വമക്കറ സയ്യ അള്ളാഹു പറയുന്നുണ്ട്, ഭൂമിയിൽ ആ കിബർ നടിച്ച് ഗർവ് നടിച്ച് കടുത്ത കുതന്ത്രങ്ങൾ പ്രയോഗിച്ച ആളുകൾ വലാ യഹ്യഖുൽ മക്രു സയ്യഉ ഇല്ലാ ബി അഹ്ലിഹി, ആ ദുഷിച്ച കുതന്ത്രങ്ങൾ അവസാനം അവരിലേക്ക് തന്നെ വന്ന് ഭവിക്കും എന്നുള്ളത്, അവരൊരുക്കിയ ട്രാപ്പിൽ അവർ തന്നെ വന്ന് വീഴുക എന്നുള്ളതാണ്. ആ രൂപത്തിലായിരിക്കും എന്താണോ പ്രവർത്തിച്ചത് അത് അവരിലേക്ക് തിരിച്ചു വരും. ഇനി അതിൻ്റെ മറുവശം അടുത്ത ആയത്തിൽ 11-ാമത്തെ വചനത്തിൽ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച ആളുകൾക്ക് താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന ആ സ്വർഗീയ ആരാമങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ അത് കോണ്ടക്സ്റ്റായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്ത് ആ വിശ്വാസത്തിന് വേണ്ടി എല്ലാം ത്യജിക്കേണ്ടി വന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ആയത്തിൻ്റെ അവസാനം ദാലിക്കൽ ഫൗസുൽ കബീർ, അത് ഏറ്റവും വലുതായിട്ടുള്ള ഏറ്റവും വലിയ വിജയമാണെന്ന് അള്ളാഹു അവിടെ സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലുടനീളം ഈ വിജയത്തെ ഫൗസിനെ 3 രൂപത്തിൽ അള്ളാഹു വിശേഷിപ്പിക്കുന്നുണ്ട്. ഫൗസുൻ അലീം അല്ലെങ്കിൽ ഫൗസുൻ മുബീൻ, ഇവിടെ അള്ളാഹു ഫൗസുൻ കബീർ, ഏറ്റവും വലിയ വിജയം എന്ന് അള്ളാഹു അതിനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ കോണ്ടക്സ്റ്റായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്ത് ചിന്തിച്ചു നോക്കുക, അതായത് ഭൗതികമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ആ വിശ്വാസം സ്വീകരിച്ച മുഴുവൻ ആളുകളെയും ചുട്ടരിച്ച ആ സംഭവത്തെ അള്ളാഹു അതിന് ഏറ്റവും വലിയ വിജയമായിട്ട് ഫൗസുൻ കബീർ എന്ന് അള്ളാഹു അതിനെ വിശേഷിപ്പിക്കുകയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ തീർത്തും വിപരീതമായിട്ടൊരു ചിത്രമാണ് അള്ളാഹു അതുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ ആ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ച ആ പോയിന്റ്. നമ്മൾ ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് ആ ഖുർആൻ്റെ ക്ലാസ്സിലൂടെ നോക്കുന്ന സമയത്ത് ആ ഖുർആനിക് വേൾഡ് വ്യൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ തികച്ചും വിപരീതമായിട്ടുള്ളൊരു ചിത്രമായിരിക്കും നൽകുക. കാരണം പലപ്പോഴും നമ്മളുടെ ഇക്വേഷൻ എന്നുള്ളത് ഭാഗികമാണ്. നമ്മൾ ഭാഗികമായിട്ടുള്ള ചിത്രം വെച്ചുകൊണ്ട് മാത്രമാണ് അതിലേക്ക് നോക്കുന്നത്. അള്ളാഹു മരണാനന്തര ജീവിതം മുഴുവൻ വെച്ചിട്ടുള്ള ഫുൾ പിക്ചറാണ് അള്ളാഹു നൽകുന്നത്. അപ്പം ഇവിടെ ഭൗതികമായിട്ടെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു, അവർ ആ വിശ്വാസത്തിൻ്റെ പേരിലെല്ലാം അവർക്ക് ത്യജിക്കേണ്ടി വന്നു. പക്ഷേ അള്ളാഹു പറയുന്നത് ദാലിക്കൽ ഫൗസുൽ കബീർ, അത് ഏറ്റവും വലിയ വിജയമാണ്. അപ്പം ഇത്തരത്തിൽ നമ്മൾ കാണുന്ന പല യാഥാർത്ഥ്യങ്ങളും ഭൗതികമായിട്ട് ഏത് മാനദണ്ഡം വെച്ച് പരിശോധിച്ചാലും അത് നെഗറ്റീവ് എന്ന് വിലയിരുത്തിയേക്കാവുന്ന കാര്യങ്ങൾ ആ ഖുർആൻ്റെ ക്ലാസ്സിലൂടെ നോക്കുന്ന സമയത്ത് ഖുർആൻ അതേ ഇവൻറ്റിനെ റീഫ്രെയിം ചെയ്ത് പോസിറ്റീവായിട്ട് അവതരിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല, ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹുദൈബിയ സന്ധ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് സീറിയൽ നമ്മൾ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. അവിടെ പങ്കെടുത്ത പല സ്വഹാബികളും അതിനെ പരാജയമായിട്ട് വിലയിരുത്തിയ സമയത്ത് പല ആളുകളും അതിനെ സംശയിച്ചു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം പ്രകോപിതനായിട്ട് റസൂലുള്ളാഹിനെ സമീപിച്ച്, യാ റസൂലുള്ളാഹ് അലസ്ന അലൽ ഹഖ്, ഓ പ്രവാചകരെ നമ്മൾ സത്യത്തിലല്ല, പിന്നെ എന്തിന് ഈ രൂപത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്യണം, ആ രൂപത്തിലെല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എല്ലാ അർത്ഥത്തിലും അവർ ഇരുട്ടിലെന്ന് തോന്നിയ ആ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ അവരിലേക്ക് വീശിയ വെളിച്ചം, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടൊരു വിജയം, ക്ലിയർ വിക്ടറി നൽകിയിരിക്കുന്നു. അതാണ് അള്ളാഹിൻ്റെ കമാൻഡറി. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് റസൂലുള്ളാഹി അത് പറഞ്ഞ സമയത്ത് ആ ഫത്ഹൻ ഹുവ, ഇത് വിജയമാണോ? അതായത് ഇത് ഏത് രൂപത്തിലാണ് വിജയമാകുന്നത് എന്നുള്ളത് അവർക്കറിയില്ല. അവർ പല ആളുകളും പരാജയമെന്ന് വിലയിരുത്തിയതിന് അള്ളാഹു ഏറ്റവും വലിയ പ്രത്യക്ഷ വിജയമായിട്ട് വിപരീതമായിട്ടുള്ളൊരു ചിത്രം അള്ളാഹു നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് ബന്ധപ്പെട്ട ഇഫ്ക് അപവാദാരോപണം അത് ആ സമൂഹത്തിൽ പടർന്ന സമയത്ത് അവർ അത്യധികം വിഷമിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നുണ്ട്, ഞാൻ കരഞ്ഞ അവസാനം എൻ്റെ കണ്ണീര് വറ്റുമാർ, അത്രയേറെ അവർ വിഷമിച്ചു. അവസാനം അള്ളാഹു അവരുടെ നിരപരാധിത്വം വെളിപ്പെടുത്തിക്കൊണ്ട് സൂറത്ത് നൂറിലെ 16ഓളം ആയത്തുകൾ അള്ളാഹു അവതരിപ്പിക്കുന്നുണ്ട്. ആ ആയത്തുകൾക്കിടയിൽ അള്ളാഹു ആ ഇവൻറ്റിനെ സംബന്ധിച്ച് പറയുന്നത് ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൽ ലക്കും, ഇത് നിങ്ങൾ
നിങ്ങൾക്ക് ദോഷമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്, ഇത് നിങ്ങൾക്ക് നന്മയാണ്. അള്ളാഹു ആ രൂപത്തിൽ അതിനെ വിപരീതമായിട്ടുള്ളൊരു ചിത്രമാണ് അവിടെ നൽകുന്നത്. അതേപോലെ തന്നെ ആ ഫിർഔൻ്റെ ചരിത്രം പറഞ്ഞ സമയത്ത് ആ ജനിച്ചു വീണ പിഞ്ചു കുഞ്ഞുങ്ങളെല്ലാം കൊന്നൊടുക്കിയ ഏകാധിപതിയായിട്ടുള്ള ആ ഫിർഔൻ, ആ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ആ സമൂഹം ഏറ്റുവാങ്ങിയ സമയത്ത് അള്ളാഹു തികച്ചും വിപരീതമായിട്ടുള്ളൊരു ചിത്രം സൂറത്തുൽ ഖസസിൻ്റെ 5-ാമത്തെ വചനത്തിൽ വനിരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫു ഫിൽ അർളി വനജഅലഹും അഇമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ അള്ളാഹു പറയുന്നുണ്ട്. അതായത് അള്ളാഹു അവർ കടന്നു പോകേണ്ടി വന്ന കഠിനമായിട്ടുള്ള പരീക്ഷണത്തിൻ്റെ റിസൾട്ട് അള്ളാഹു അതുവഴി അവരോട് ദാക്ഷിണ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതേപോലെ തന്നെ അവരെ നേതാക്കളും അനന്തരാവകാശികളാക്കാനെല്ലാം അള്ളാഹു ഉദ്ദേശിക്കുന്നതല്ല. അപ്പോൾ ഇത്തരത്തിൽ കഠിനമായിട്ടുള്ള ആ പീഡനത്തിൻ്റെ റിസൾട്ടാണ് അള്ളാഹു അവിടെ തികച്ചും വിപരീതമായിട്ടുള്ള രൂപത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇന്നും ഗസയിലുള്ള ആളുകൾ ഏൽക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയൊരു ഹൈറിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുക. അള്ളാഹു ആ ജനതയ്ക്ക് എല്ലാ അർത്ഥത്തിലുള്ള വിജയവും അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ. ശേഷം അടുത്ത 12-ാമത്തെ ആയത്തിൽ ഇന്ന ബതുഷ റബ്ബിക ലശദീദ്, തീർച്ചയായിട്ടും അള്ളാഹിൻ്റെ പിടുത്തം എന്നുള്ളത് അത് കഠിനമായതാണ്. അപ്പോൾ ഇത്തരത്തിൽ ധിക്കാരികളായിട്ടുള്ള തുടരെ ക്രൂരതകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏകാധിപതികൾ അവർക്ക് അള്ളാഹു ഒരു അയവ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ആ അയവ് ലഭിക്കുന്ന സമയത്ത് എല്ലാം എൻ്റെ കയ്യിലാണെന്നുള്ള ആ ധിക്കാരത്തിൽ അവർ മാക്സിമം അവർ പോകും. അവസാനമായിരിക്കും അള്ളാഹിൻ്റെ പിടുത്തം വരിക എന്നുള്ളതാണ്. സൂറത്ത് ഇബ്രാഹിമിലും ഇന്നമായു അഖിറുഹും അള്ളാഹു പറയുന്നുണ്ട് അവർക്ക് മാക്സിമം സമയം നീട്ടിക്കൊടുക്കും. നമ്മൾ പറയാറുണ്ട് ആ ദുഷ്ടൻ പന പോലെ വളരുമെന്നെല്ലാം പറയാറുണ്ട്. റസൂലുള്ളാഹി ഹദീസിലും ഇന്നല്ലാഹ ല യുംലീലിൽ ളാലിം, ശത്രുക്കൾക്ക് അല്ലെങ്കിൽ ഇത്തരം ധിക്കാരികൾക്ക് അള്ളാഹു ഒരു അയവ് നൽകുക എന്നുള്ളതാണ്. ആ അയവ് നൽകുന്നത് സൂറത്ത് ആലിമ്രാൻ്റെ 178-ാമത്തെ വചനത്തിൽ ഇന്നമാ നുംലീലഹും ലിയസ്ദാദു ഇസ്മൻ, അവരുടെ ആ പാപങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി അവരുടെ തന്നെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ആഴത്തിൽ അവർ കുഴിക്കുന്നോ അതിലേക്ക് അവർ തന്നെ പതിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ അയവ് നൽകിയതിന് ശേഷം റസൂലുള്ളാഹി പറയാണ് ഫഇദാ അഖദഹു ലം യുഫ്ലിത്ഹു, അവസാനം അള്ളാഹിൻ്റെ ഒരു പിടുത്തം വരും. ആ പിടുത്തം വന്നാൽ പിന്നീട് അവർക്ക് രക്ഷയില്ല എന്നുള്ള. ശേഷം റസൂലുള്ളാഹി സൂറത്ത് ഹൂദിൻ്റെ 102-ാമത്തെ വചനം അതിനോട് ചേർത്ത് പാരായണം ചെയ്യുന്നുണ്ട്. ഇന്ന അഖ്ദഹു അലീമുൻ ഷദീദ്, തീർച്ചയായിട്ടും അള്ളാഹിൻ്റെ ആ പിടുത്തം അത് വേദനയേറിയതും കഠിനവുമാണ്. ഇതാണ് ഈ ഒരു ആയത്തിൽ ഇന്ന ബതുഷ റബ്ബിക ലശദീദ്. ശേഷം അടുത്ത വചനത്തിൽ ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ്, അവനാണ് ആദ്യമായിട്ടുണ്ടാക്കുന്നവൻ, അതേപോലെ തന്നെ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ ഇത് പ്രാഥമികമായിട്ട് ആ സൃഷ്ടികളുടെ കാര്യത്തിൽ ആദ്യ ഒരു കാര്യം നിർമ്മിക്കും, പിന്നീട് അത് ആവർത്തിക്കും. അള്ളാഹിൻ്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ പറയുന്നതിനിടയിൽ സൂറത്ത് റൂമിൻ്റെ 27-ാമത്തെ വചനത്തിൽ വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദ്, ആദ്യമായിട്ടൊരു കാര്യം ഉണ്ടാക്കും പിന്നീട് അത് ആവർത്തിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ തൊട്ടുമുമ്പുള്ള ആയത്തുമായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്ത് അള്ളാഹു കുറ്റവാളികൾക്കുള്ള ശിക്ഷയെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്. അപ്പോൾ ആ കുറ്റവാളികൾക്ക് ആ ശിക്ഷയുടെ കാര്യത്തിലും ആ ശിക്ഷ അത് നൽകുക മാത്രമല്ല അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത്. അതാണ് യഥാർത്ഥത്തിലുള്ള നീതിയും. ഇപ്പോൾ ഭൂമിയിൽ ഒരാളെ വധിച്ച ആളെ പിടികൂടുകയാണെങ്കിൽ പകരം അയാളെ വധിക്കാൻ സാധിക്കും. അതേസമയം 19,000 നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ ക്രൂരമായിട്ട് വധിച്ച ഒരാളെ അയാളെ പിടികൂടിയാൽ തന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? അയാൾ ഏത് രൂപത്തിലുള്ള പ്രവൃത്തിയാണോ ചെയ്തത് സമാനമായിട്ടുള്ള ശിക്ഷകൾ ആവർത്തിക്കുക വഴി യഥാർത്ഥത്തിലുള്ള നീതി അയാളുടെ മീത് നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നിസാഇൻ്റെ 56-ാമത്തെ വചനത്തിൽ ആ നരകശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, അവർക്ക് ആ ന്യായമായിട്ടുള്ള ശിക്ഷ ലഭിക്കാൻ വേണ്ടി അവരുടെ ആ ചർമ്മങ്ങൾ മാറ്റി നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത ആയത്തിൽ വഹുവൽ ഗഫൂറുൽ വദൂദ്, അപ്പോൾ അവൻ ഏറെ പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ്. അപ്പോൾ നേരത്തെയും അവരുടെ ക്രൂരതകൾ വിവരിച്ചതിനിടയിൽ ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി സുമ്മലം യതൂബു, അവിടെയും അള്ളാഹു ആ പ്രതീക്ഷയുടെ കവാടങ്ങൾ തുറക്കുന്നുണ്ട്. വീണ്ടും അള്ളാഹു പറയാണ് അവൻ ഏറെ പൊറുക്കുന്നവനാണ്. അതേപോലെ തന്നെ അൽ വദൂദ്, അള്ളാഹു അങ്ങേയറ്റം എക്സ്ട്രീമായിട്ട് സ്നേഹിക്കുന്നവനുമാണ്. അപ്പം അള്ളാഹുവിന് അവൻ്റെ സൃഷ്ടികളോടുള്ള കഠിനമായിട്ടുള്ള സ്നേഹത്തെ കുറിക്കുന്ന ആ നാമം അൽ വദൂദ് അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസികൾക്ക് കഠിനമായിട്ടുള്ള ഒരു പരീക്ഷണം ഏറ്റുവാങ്ങേണ്ടി വന്ന സമയത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം സന്ദർഭങ്ങളിലാണ് ആ ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹമെല്ലാം ഒരാൾ സംശയിക്കുക. അപ്പോൾ അവിടെ അള്ളാഹു നേരെ തിരിച്ചു പറയുകയാണ്. അതായത് ഇപ്പോൾ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഭാഗികമായിട്ടുള്ള ആ ചിത്രം മാത്രമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഇക്വേഷനിൽ പലപ്പോഴും ആ മരണാനന്തര ജീവിതം ഒന്നും വരാറില്ല. അപ്പം അള്ളാഹു ആ സമ്പൂർണ്ണമായിട്ടുള്ള ചിത്രം വെച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് വഹുവൽ ഗഫൂറുൽ വദൂദ്, അൽ വദൂദ് എന്നുള്ള നാമം പരിശുദ്ധ ഖുർആനിൽ 2 തവണ ഈ ഒരു ഭാഗത്തും അതേപോലെ തന്നെ സൂറത്തുൽ ഹൂദിൻ്റെ 90-ാമത്തെ വചനത്തിൽ റഹീമുൻ വദൂദ്, അള്ളാഹു അവിടെയും ആ ഒരു നാമം അള്ളാഹിൻ്റെ സ്നേഹത്തെ കുറിക്കുന്ന ആ നാമം കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏറെ മനോഹരമായിട്ടുള്ളൊരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ഈ 2 ഗുണങ്ങൾ ഏറെ സ്നേഹിക്കുക, പൊറുക്കുക, ഈ 2 ഗുണങ്ങൾ മനുഷ്യൻ്റെ കാര്യത്തിൽ കമ്പൈൻ ചെയ്യുക എന്നുള്ളത് അങ്ങേയറ്റം പ്രയാസകരമാണ്. അതായത് നമ്മോട് ക്രൂരതകൾ പ്രവർത്തിച്ച ആളുകൾക്ക് നമുക്കൊരു പക്ഷേ പുറത്തു കൊടുക്കാൻ സാധിക്കും, പക്ഷേ
അയാളെ പഴയ പോലെ സ്നേഹിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് മനോഹരമായിട്ടുള്ളൊരു സംഭവം. ഇപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സഹോദരൻ സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ഒരാൾ ആ യമാമ യുദ്ധത്തിൽ വധിക്കുന്നുണ്ട്, അബൂ മറിയം. ആ വധിച്ചതിന് ശേഷം പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് മാപ്പ് ചോദിച്ച് വന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ഫ ഇന്നി ലാ ഉഹിബ്ബുക്, ഞാൻ നിന്നെ ഒരിക്കലും സ്നേഹിക്കില്ല. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്നെ നിങ്ങൾ സ്നേഹിക്കാത്തത് കാരണം എനിക്ക് ന്യായമായിട്ട് ലഭിക്കേണ്ട വല്ല അവകാശങ്ങൾ നിങ്ങൾ തടഞ്ഞു വെക്കോ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതൊരിക്കലും ഞാൻ ചെയ്യില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നമാ യബ്കി അലൽ ഹുബ്ബി നിസാ, അങ്ങനെയാണെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾ എന്നെ സ്നേഹിക്കണം എന്നില്ല. ആ രൂപത്തിൽ അയാൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ മാപ്പ് നൽകുന്നുണ്ട്, പക്ഷേ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ റസൂലുള്ളാഹിൻ്റെ പിതൃവ്യൻ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ വധിച്ച വഹ്ഷി റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം റസൂലുള്ളാഹി മാപ്പ് നൽകുന്നുണ്ട്. പക്ഷേ വഹ്ഷിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് കൺമുമ്പിലേക്ക് വരരുതെന്നെല്ലാം റസൂലുള്ളാഹി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര തന്നെ അയാൾക്ക് പുറത്തു കൊടുത്താലും പഴയ രൂപത്തിൽ അയാളെ പഴയതിനേക്കാൾ അധികമായിട്ട് അയാളെ സ്നേഹിക്കാൻ കഴിഞ്ഞോളുന്നില്ല. ആ രൂപത്തിലാണ്. പക്ഷെ അള്ളാഹിൻ്റെ കാര്യത്തിൽ ചിന്തിച്ചു നോക്കുക, അള്ളാഹു മാപ്പ് നൽകുമെന്ന് മാത്രമല്ല, പശ്ചാത്തപിക്കുകയാണെങ്കിൽ അയാളെ പഴയതിനേക്കാൾ കൂടുതലായിട്ട് അള്ളാഹു അയാളെ സ്വീകരിക്കും എന്നുള്ളതാണ്. മരുഭൂമിയിൽ ഒട്ടകം നഷ്ടപ്പെട്ട ഒരാൾക്ക് വീണ്ടും ഒട്ടകം തിരിച്ചു കിട്ടുന്ന, അതായത് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വരുന്ന ആ സന്തോഷമാണ് തെറ്റ് ചെയ്ത ഒരടിമ അള്ളാഹുവിലേക്ക് തിരിച്ചു വരുന്ന സമയത്തെന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ആ രണ്ട് ക്വാളിറ്റികൾ, വഹുവൽ ഗഫൂറുൽ വദൂദ്. ശേഷം അടുത്ത 15-ാമത്തെ ആയത്തിൽ ദുൽ അർഷിൽ മജീദ്, ആ സിംഹാസനത്തിന് അർഷിന് ഉടയവനായവൻ, അതേപോലെ തന്നെ മഹത്വമേറിയവൻ, ഉന്നതനായവൻ. അള്ളാഹിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള മഹത്വമേറിയിട്ടുള്ള സൃഷ്ടിയാണ് അർഷ് എന്നുള്ളത്, അവൻ്റെ സിംഹാസനം. റസൂലുള്ളാഹി ഹദീസിൽ അർഷും 7 വാനലോകങ്ങളും തമ്മിലുള്ള കമ്പാരിസൺ, ഒരു വലിയ മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരിട്ടതുപോലെ, ആ ചെറിയ മോതിരാണ് 7 വാനലോകങ്ങൾ. ആ രൂപത്തിലെല്ലാം റസൂലുള്ളാഹി ഉപമിക്കുന്നുണ്ട്. അപ്പോൾ ആ അർഷിൻ്റെ ആ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ളവൻ, അള്ളാഹുവിൻ്റെ ആ ഉന്നതിയും മഹത്വമാണ് അതെല്ലാം കാണിച്ചിരുന്നത്. ദുൽ അർഷിൽ മജീദ്. ഓർക്കുന്നത്, ഇപ്പോൾ ലിബിയയിൽ വിപ്ലവത്തിനെല്ലാം നേതൃത്വം നൽകിയ ആ വിപ്ലവ നായകൻ ഉമർ മുഖ്താർ, അസദു സഹറ എന്നുള്ള പേരിൽ, ലയൺ ഓഫ് ഡെസേർട്ട് എന്നുള്ള പേരിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. ഇപ്പോൾ ഇറ്റലിക്കാർക്കെതിരെ വിപ്ലവം നയിച്ച സമയത്ത് ഒരാൾ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി അവർ നൂതനമായിട്ടുള്ള ചില ഫ്ലൈറ്റുകളും അതേപോലെ തന്നെ ടെക്നോളജിയെല്ലാം ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് കേട്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, അവർ പറത്തുന്ന ഫ്ലൈറ്റ് അത് അള്ളാഹിൻ്റെ സിംഹാസനത്തിന് മുകളിലാണോ അതോ താഴെയാണോ? അയാൾ പറഞ്ഞു, തീർച്ചയായിട്ടും അള്ളാഹിൻ്റെ സിംഹാസനത്തിന് താഴെയാണ്. ഉടനെ തന്നെ അയാൾ മറുപടിയായിട്ട് പറഞ്ഞത്രേ, മൻ ഫൗഖൽ അർഷി മഅന ഫലാ യുഖീഫന മൻ തഹ്തഹു, അർഷിൻ്റെ മുകളിലുള്ളവൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ താഴെയുള്ള യാതൊന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ്. അടുത്ത വചനം, ഫഅാലുൻ ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് അവന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, മറിച്ച് അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവന് പ്രവർത്തിക്കും. സൂറത്തുൽ അംബിയാഇൻ്റെ 23-ാമത്തെ വചനത്തിൽ, ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അവന് ചെയ്യുന്നത് ആരും ചോദ്യം ചെയ്യപ്പെടുകയില്ല, അതേസമയം അവർ ചോദിക്കപ്പെടുന്നതുമാണ്. പലപ്പോഴും പല ആളുകളും അവരാഗ്രഹിക്കുന്നത് പോലെ അള്ളാഹു പ്രവർത്തിക്കണം എന്ന് ശഠിക്കാണ്. അവരുടെ ആ ഷെഡ്യൂളിനനുസരിച്ച് അള്ളാഹു പ്രവർത്തിക്കണം, അതല്ലെങ്കിൽ അവർ അസംതൃപ്തരാണ്. ചില ആളുകൾ ഔദുബിൽ അവർ അവിശ്വാസത്തിലേക്ക് വരെ പോവാണ്. അപ്പോൾ അള്ളാഹിൻ്റെ ആ ഷെഡ്യൂൾ അത് നമ്മളല്ല തീരുമാനിക്കുന്നത്. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതെപ്പോൾ നൽകണം, എപ്പോൾ നൽകിയാലാണ് ഖൈർ എന്നുള്ളത് നമ്മളെക്കാൾ അള്ളാഹുവിനെ അറിയാം. അപ്പോൾ നൽകേണ്ട സമയം അത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, മറിച്ച് അള്ളാഹിൻ്റെ യുക്തിപ്രകാരമാണ് തീരുമാനിക്കുക. അപ്പോൾ അത് ആ യുക്തി നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നമുക്ക് വിധിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ ആ ടൈം ടേബിളിൽ നമ്മൾ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ്. ഫഅാലുൻ ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവന് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ 129-ാമത്തെ വചനത്തിൽ, റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, ആ ഒരു പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തി. അദ്ദേഹത്തിൻ്റെ എല്ലാം കാലശേഷം ഒരുപാട് 12,000 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നത്, അതിൻ്റെ ഒരു ഉത്തരം വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറേബ്യൻ ദേശത്തേക്ക് റസൂലുള്ളാഹിൻ്റെ ആഗമനം, ആ സമയത്ത് റസൂലുള്ളാഹി പറയുന്നത്, അന ദഅവതു അബി ഇബ്രാഹിം, എൻ്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ. അപ്പോൾ 12,000 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു പ്രാർത്ഥന പുലരുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ജീവിതകാലത്ത് എത്ര പ്രവചനങ്ങൾ റസൂലുള്ളാഹി പറയും. റോമും പേർഷ്യയും കീഴടക്കുന്ന പ്രവചനങ്ങളെല്ലാം റസൂലുള്ളാഹി നൽകുന്നുണ്ട്. അതെല്ലാം റസൂലുള്ളാഹിൻ്റെ ജീവിതകാലത്ത് അതൊന്നും പുലരുന്നില്ല, റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷമാണ്. അതേപോലെ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലും അദ്ദേഹം എത്ര സഹിക്കുന്നുണ്ട്. ബാല്യത്തിലും കൗമാരത്തിലും യുവത്വത്തിലെല്ലാം അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ ഒന്നിനു മീതെ മറ്റൊന്നായിട്ട് അത് മോശമായിട്ട് വരികയാണ്. ആ സമയത്തുടനീളം പിതാവ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. 40-40 വർഷത്തിന് ശേഷമാണ് ആ പ്രാർത്ഥന പുലരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ നേരത്തെ നമ്മൾ പറഞ്ഞ ഇഫ്കുമായിട്ട് ബന്ധപ്പെട്ടും ആ അപവാദങ്ങൾ ആ സമൂഹത്തിലുടനീളം പടർന്ന്
എത്രയോ ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷമാണ് ആ കാര്യത്തിൽ ആയത്തുകൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹു ആണ് ആ ടൈമിങ് നിശ്ചയിക്കുന്നത്. അള്ളാഹിൻ്റെ ഷെഡ്യൂളിനനുസരിച്ച് നമ്മൾ കീഴ്പ്പെടുക, മറിച്ച് നമ്മുടെ ഷെഡ്യൂളിനനുസരിച്ച് അള്ളാഹു പ്രവർത്തിക്കണമെന്ന് ശഠിക്കാതിരിക്കുക. ഫഅാലുൻ ലിമാ യുരീദ്. ഇവിടെ പോസ് ചെയ്തൊരു സൈഡ് പോയിന്റ്, അള്ളാഹിൻ്റെ ഗുണവിശേഷണങ്ങൾ, സിഫാത്തുകൾ അല്ലെങ്കിൽ നാമങ്ങൾ, അസ്മാകൾ, അത് ഇത്രയും ഡെൻസായിട്ട് തുടർച്ചയായിട്ട് പരാമർശിക്കുന്ന മറ്റൊരു സൂറത്ത് ഈ അമ്മ ജുസയിൽ കാണാൻ സാധ്യമല്ല. നേരത്തെ അസീസിൽ ഹമീദ്, അതിനുശേഷം 12 മുതൽ 16 വരെയുള്ള ആയത്തുകൾ നമ്മൾ റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ ബത്ഷ റബ്ബിക അല്ലെങ്കിൽ യുബ്ദി വ യുഈദ്, ഗഫൂറുൽ വദൂദ്, ദുൽ അർശിൽ മജീദ്, ഫഅാലുൻ ലിമാ യുരീദ്, ഇതെല്ലാം ആവർത്തിച്ച് അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൂറത്തിൻ്റെ കോണ്ടക്സ്റ്റായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്ത് അസ്ഹാബുൽ ഉഖ്ദൂദ്, ഒരു പറ്റം വിശ്വാസികളെ ഒന്നടങ്കം വധിച്ച ഒരു ചരിത്രമാണ് ഈ സൂറത്തിൻ്റെ പ്രമേയം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ വിശ്വാസികൾക്ക് കൃത്യമായിട്ടുള്ള ബാലൻസ് നിലനിർത്താൻ, അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ നൽകാൻ വ്യക്തമായിട്ടുള്ള ആ ഒരു ഡയറക്ഷൻ, ദിശാബോധമാണ് അള്ളാഹു അതുവഴി നൽകുന്നത്. അപ്പോൾ പ്രതിസന്ധിയിൽ അകപ്പെട്ട് ഈമാൻ അടക്കം വരുന്ന സമയത്ത് അത് വീണ്ടെടുക്കാനുള്ളൊരു മാർഗം അള്ളാഹിനെ അറിയുക, അവൻ്റെ നാമങ്ങൾ വഴി അവൻ അറിയാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അവൻ്റെ ആ ഗ്രന്ഥത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ. ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ സൂറത്തും അവസാനിക്കുന്നത് ആ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതാണ് വിശ്വാസികൾക്ക് ആ പ്രതിസന്ധിയിൽ മുന്നോട്ട് നീങ്ങാനുള്ള 2 ലൈഫ് ബോട്ടുകൾ. ഓർക്കുന്നുണ്ടാവും, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ ഒരു പ്രാർത്ഥനയിലും ഒരു കാര്യം അള്ളാഹുവിൻ്റെ അസ്മാകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അതേപോലെ തന്നെ ആ പ്രാർത്ഥന അവസാനിക്കുന്നതും ആ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. അവസാനത്തിൽ ബൽ ഹുവ ഖുർആനുൻ മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്, ആ സംരക്ഷിത ഫലങ്ങളിലുള്ള മഹത്വമേറിയിട്ടുള്ള ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് അവസാനിക്കുന്നത്. നേരത്തെ ആ മജീദ്, ദുൽ അർശിൽ മജീദ്, ആ അർശിനെ സംബന്ധിച്ചും അള്ളാഹു സമാനമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ള സ്ട്രക്ചർ ഈ സൂറത്തിൽ കാണാൻ സാധിക്കും. സൂറത്തിൻ്റെ ആരംഭത്തിൽ അള്ളാഹു ആകാശത്തുള്ള നക്ഷത്രമണ്ഡലങ്ങളെ വസ്സമാ ഇദാത്തിൽ ബുറൂജ് അത് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. അതേസമയം അവസാനവും ആകാശലോകത്തുള്ള ഏറ്റവും ഉന്നതിയിലുള്ള ആ ലൗഹുൽ മഹ്ഫൂദ്, ആ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് അവസാനിക്കുന്നത്. ആദ്യവും അവസാനവും മനോഹരമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ആ ഖുർആനെ നെഞ്ചിലേറ്റി ആ ഖുർആൻ്റെ പ്രൊഡക്റ്റുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിച്ചേക്കും. പക്ഷേ അവരുടെ ആ മാർഗദർശനത്തിൻ്റെ ആ സ്രോതസ്സിനെ, അല്ലെങ്കിൽ അവരെ വാർത്തെടുത്ത അച്ചിനെ, ആ ഖുർആനെ, ആ മാർഗദർശനത്തെ ഒരാൾക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. അത് സംരക്ഷിതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ ഫിർഔന വ സമൂദ്, അള്ളാഹു അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഫിർഔനും സമൂദും നമ്മൾ ചേർത്ത് ചിന്തിക്കുകയാണെങ്കിൽ, ഫിർഔൻ ആ സത്യത്തിൻ്റെ ആ വാഹകനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ്. അതേസമയം സമൂദ്, സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം, അവർ ആ സത്യത്തിന് നൽകിയ ആ പ്രൂഫ് അതിനെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനെ വധിച്ച ആളുകളാണ്. അപ്പോൾ ഏത് രൂപത്തിൽ നിങ്ങൾ ആ മാർഗദർശനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചാലും അത് നിങ്ങൾ സൂര്യനെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നത് പോലെയാണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിം, അള്ളാഹു പറയുന്നുണ്ട്. എത്ര നിങ്ങൾ ശ്രമിക്കുന്നോ അത്രയും ആ സത്യം, ആ വെളിച്ചം അത് പടർന്ന് പന്തലിക്കും എന്നുള്ളതാണ്. നിങ്ങൾ കുഴിച്ചു മൂടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വിത്തുകളെയാണ്. അത് നിങ്ങൾ അറിയാതെ പോവാണ്. അള്ളാഹു ആ ജനതയ്ക്ക് ഇരു ലോകത്തും വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളെ തൊട്ട് ഈ ഒരു ഉമ്മത്തിന് അള്ളാഹു നീ സംരക്ഷിക്കണം. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله وبركاته.